പത്തനംതിട്ട നഗരത്തിൽ തെരുവ് നായയുടെ ആക്രമണം രൂക്ഷമാണ്. ഇതര സംസ്ഥാന തൊഴിലാളിയടക്കം 13 പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റു. കടിയേറ്റ് 2 പേരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാലിക്കറ്റ് കോളേജ് ജംഗ്ഷനിൽ വെച്ചായിരുന്നു. പട്ടി സൈഡിൽ പോയപ്പോൾ ഞങ്ങൾ മാറിയതാ. ഇത് കേറി കടിച്ചതാ. കടിച്ചപ്പോഴത്തേനും കൈ എടുത്ത് കുടഞ്ഞോണ്ട് രക്ഷപ്പെട്ടതാ. അവിടെ വെച്ച് എന്നെ കടിച്ചപ്പോഴത്തേനും ഒരു പുള്ളി വന്ന് ഓട്ടോ ഉണ്ട്. അപ്പോൾ അതിൽ കയറി ഞങ്ങളിങ്ങ് പോരുമായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേനും ട്രീറ്റ്മെന്റ് തുടങ്ങി. ഇവിടെ അതേ പട്ടി തന്നെ കടിച്ചു എന്നും പറഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ പറഞ്ഞായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി സിക്കി അഭിലാൽ ചേർന്നുണ്ട്. അഭിലാൽ, നഗരത്തിൽ തെരുവുനായുടെ ആക്രമണം രൂക്ഷമാവുകയാണ്. ഇങ്ങനെ ദിവസേന ആളുകളെ കടിക്കുന്നതിൽ ഒരു നടപടിയും എടുത്തിട്ടില്ലേ? പത്തനംതിട്ട നഗരസഭാ പ്രദേശത്തിന് പുറമെ കോമലൂർ ഗ്രാമപഞ്ചായത്തിലെ പുത്തൻപീടിക പ്രദേശത്തുള്ള ആളുകൾക്ക് അടക്കമാണ് കടിയേറ്റത്. ഉച്ചയ്ക്ക് 1:45 വൈകുന്നേരം 4:15 ഇടയിലാണ് വ്യത്യസ്ത ഇടങ്ങളിലായി 13 പേർക്ക് നായയുടെ കടിയേറ്റത്. പുത്തൻപീടിക, സന്തോഷ് ജംഗ്ഷൻ, കോളേജ് ജംഗ്ഷൻ, സ്റ്റേഡിയം കവല, പത്തനംതിട്ട നഗര കേന്ദ്രം, അതോടൊപ്പം തന്നെ കണ്ണങ്കര എന്നിങ്ങനെയുള്ള മേഖലകളിലായിട്ടാണ് 13 പേർക്ക് കടിയേറ്റതിൽ ഒരാൾ ജിത്തന്ദർ ഭുയാൻ ഇതര സംസ്ഥാന തൊഴിലാളിയാണ്. മറ്റ് 12 പേരിൽ 2 പേർ സ്ത്രീകളാണ്. 20 വയസ്സിനും അതോടൊപ്പം തന്നെ 65 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളുകളാണ് തെരുവുനായയുടെ കടി ഏറ്റവരിൽ ഉൾപ്പെടുന്നത്. എബിൻ ടോം, ഷാജൻ, അതോടൊപ്പം തന്നെ വർഗീസ് തോമസ്, ലത്തീഫ, മനോജ് വി കെ, ഉത്തമൻ, പ്രവീൺ, അമീൻ യൂസഫ് എന്നിങ്ങനെ 8 പേരുടെ വിശദാംശങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്. കടിയേറ്റ 2 പേർ, അതായത് 52 വയസ്സുകാരിയായിട്ടുള്ള വീട്ടമ്മ, 30 വയസ്സുകാരിയായ യുവതി എന്നിവരെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ശരി അഭിലാൽ, നഗരത്തിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ് എന്നുള്ള വിവരമാണ് സിക്കി അഭിലാൽ റിപ്പോർട്ട് ചെയ്യുന്നത്.